തൃശ്ശൂർ പൂരം എക്സിബിഷനത്തെ കേരള പോലീസ് പവലിയനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ഇങ്ങനെയാണ്. പ്രേമലു സിനിമ കണ്ടതിന് ശേഷം അമിതാഭ് ബൈജുനോടും നസ്നീലിനോടുമുള്ള ആരാധന എൻ്റെ മോൾക്ക് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പടം കണ്ടപ്പോൾ ആ പിക്ചർ കണ്ടപ്പോൾ എന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോയതാണ്. പിന്നീട് അവിടെ എത്തി ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത്. അവിടെ ശരിക്ക് ഈ മൊബൈൽ ഫോണിനെതിരെ കുറേ തട്ടിപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വാട്സപ്പിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളറിയാണ്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ സ്കാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതറിയാനായിട്ടുള്ള സ്കാനിങ് QR കോഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതറിയാം. അതേപോലെ റോഡ് നിറയെ AI ക്യാമറകളുണ്ട്. ക്യാമറകൾ ഫൈൻ വരുന്നുണ്ടോ, ഫൈൻ വരുന്നുണ്ടെങ്കിൽ എത്ര ഫൈൻ നമുക്ക് വന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാനായിട്ടും ഫൈൻ അടയ്ക്കാനുമായിട്ടുള്ള QR കോഡ് അവിടെ കണ്ടു. അങ്ങനെ ഓരോരോ സംഭവങ്ങൾ, കുറേ സംഭവങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനുമായിട്ടുള്ള ഇത്, അതേപോലെ കുട്ടികൾക്കെതിരെയുള്ള ക്രൈമുകൾ നടക്കുന്നതിനെതിരെ, പിന്നെ ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമുകൾ, ഗാർഹിക പീഡനം, സ്ത്രീധന നിരോധനം, അതിനൊക്കെ എതിരെയുള്ളത്. പിന്നെ അങ്ങനത്തെ, പിന്നെ നമ്മൾ ലോണുകൾ എടുക്കുന്നുണ്ടല്ലോ, ലോണുകൾ എടുക്കുന്നതിനെതിരെ, അങ്ങനെ എന്താ പറയുക, ഓൺലൈൻ ലോണുകൾ, അതിനെതിരെയൊക്കെ ഉള്ള ക്രൈമുകൾ കുറേ ഫയലാവുന്നുണ്ട്. പിന്നെ കുറേ തട്ടിപ്പുകളൊക്കെ അതിൻ്റെ പേരിൽ കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്. മറ്റേ എന്താ പറയുക, നമ്മൾ നാപ്ടോളിൻ്റെ പേരിൽ ശരിക്കും ഞാനതിനൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയും 10 ലക്ഷം രൂപയുടെ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് അടിച്ചിട്ടുള്ളത്, നിങ്ങൾ 7,000 രൂപ അടയ്ക്കണം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സൈബർ സെല്ലുമായിട്ട് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം, അങ്ങനത്തേത്. പിന്നെ ആധാർ നമ്പറോ അല്ലെങ്കിൽ OTP ഒക്കെ ചോദിക്കും. അപ്പം നമ്മൾ കൊടുക്കരുത്. അതേപോലെ നമ്മുടെ അടുത്ത് നമ്മുടെ ATMൻ്റെ ഇത് ചോദിക്കും, പാസ്വേഡ് ചോദിക്കും, അതിനെതിരെ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ റോഡിൽ നമ്മളെങ്ങനെയാണ് റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിനെതിരെ അങ്ങനത്തെ സംഭവങ്ങൾ. ലഹരിക്കെതിരെയൊക്കെ ശരിക്ക് മറ്റേ ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ പോസ്റ്റർ മമ്മൂട്ടിയുടെ ഒക്കെ ഇത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ശരിക്കൊരു 3D പോസ്റ്റർ, അടിപൊളിയാണ് അത്. അതേപോലെ കുട്ടികൾക്കെതിരെയുള്ള പോക്സോ കേസുകൾ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. പിന്നെ എങ്ങനെയാണ് ശരിക്ക് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നത്, വിസ തട്ടിപ്പ് കുറേ വരുന്നുണ്ട്. അവധിക്കാലത്ത് കുട്ടികൾ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോൾ കുട്ടികൾക്കെതിരെ കുറേ ക്രൈമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ നന്നായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാത്ത സ്ഥലത്തേക്ക്, അതായത് ഇപ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കണ്ടില്ലേ, അതേ സംഭവങ്ങൾ. അവിടേക്ക് പോയി കഴിഞ്ഞ് കയറരുത്, നോ എൻട്രി പറഞ്ഞൊരു സ്ഥലത്തേക്ക് കയറുമ്പോൾ വരുന്ന അപകടങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ ബോധവൽക്കരണം അവിടെ കുറേ ക്ലാസ്സുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ശരിക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ്റെ വളർന്ന് കാട്ടുയുഗത്തുനിന്ന് വളർന്ന് ലഹരിക്ക് അടിമയായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മാറിയ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബൈക്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചീറിപ്പാഞ്ഞിട്ടൊരു പോക്കുണ്ട്.